കുറച്ച് ഗോതമ്പ് പൊടി ഞാൻ എടുക്കുന്നുണ്ട്. 2 പേർക്ക് കഴിക്കാനുള്ള പൂരിയാണ് ഉണ്ടാക്കുന്നത്. ഒരു 200 ഗ്രാമോളം എടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണോളം മാവ് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള ഇളം ചൂടുവെള്ളം. സാധാരണ വെള്ളത്തിലായാലും കുഴപ്പമില്ല. നമുക്കൊന്നിനി കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 5 മിനിറ്റോളം കുഴച്ചപ്പോഴേക്കും നമ്മളുടെ പൂരിയുടെ മാവ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. 5 മിനിറ്റോളം നമുക്കിതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. അപ്പൊ നമുക്കിതിനെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. എത്ര വലുപ്പമാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും വലുപ്പത്തിലുള്ള ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്ത് വറുത്തെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പ്രസ് ഇല്ലാത്തവർക്ക് കോല് വെച്ചിട്ട് ഇതാക്കി എടുത്താലും മതി. ഇതേപോലെ ഞാൻ എല്ലാതും ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. ഇത്രയും കട്ടിയിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള എല്ലാതും ഇതേപോലെ പരത്തിയെടുക്കാം. ഇവിടെ 12 ബോൾസും പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ വറുത്തെടുക്കാം. നമ്മളൊരു ഇരുമ്പിന്റെ ചട്ടി വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് പൂരി വറുക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നന്നായി ചൂടായതിനു ശേഷം പൂരി ഇതേപോലെ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ മുങ്ങാൻ പാകത്തിന് ഇട്ട് കൊടുക്കണം. ഇതേപോലെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കളർ ചേഞ്ച് ആകുമ്പോൾ മാത്രം എടുക്കുക, അല്ലെങ്കിൽ വേഗമില്ല അത്. ഇതേപോലെ ഒരു ബ്രൗൺ കളർ വരും. അതുവരെ നമ്മൾ എണ്ണയിൽ ഇതിട്ട് കൊടുക്കണം. നമ്മളുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ പൂരിയും ഇതേപോലെ വറുത്തെടുക്കുക. അവസാനത്തെ പൂരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബജി ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്കുള്ള കറി ഉണ്ടാക്കിയെടുക്കാം. എല്ലാ പൂരിയും നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നല്ല ചൂടാണ് ഉണ്ടല്ലേ. നമുക്കിനി ബജി ഉണ്ടാക്കിയെടുക്കാം. പൂരിയിലേക്കുള്ള കറി. അതിന് വേണ്ടിയിട്ട് 2 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. സവാള, ഉള്ളി, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എല്ലാം ക്ലീൻ ആക്കി കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് കുക്കറിലിട്ടിട്ട് 2 വിസിലടിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്ക് തിക്ക് ഗ്രേവിയാണ് വേണ്ടത്. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം. പൊട്ടാറ്റോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് കടുക് വറുത്തെടുക്കാം. നമ്മൾ പൂരി വറുത്ത ബാക്കി വെളിച്ചെണ്ണ ഇതിലുണ്ടായിരുന്നു. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയുണ്ട്. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ചെറിയ വറ്റൽമുളക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. 1 പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ താളിപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. നമുക്കിത് കഴിച്ചു തുടങ്ങാം. ഒരുവിധ ആൾക്കാർക്കും ഇത് ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും. ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇത് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.